അപ്പം കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടിരുന്ന കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ 28 കെട്ട് ചടങ്ങാട്ടോ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ കൊച്ചിൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും കൂടെ കേട്ടോ 28. അതായത് ആ ഒരു ചരട് പഞ്ചലോഹമൊക്കെ ഉള്ള ഒരു ചരട് അരയെ കെട്ടിക്കൊടുക്കുന്ന കേട്ടോ. പിന്നെ അരഞ്ഞാണമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ പേര് വിളിക്കുന്നത് കൊച്ചിൻ്റെ അച്ഛനോ ആര് വിളിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരും പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ കേട്ടോ ചടങ്ങ്. അപ്പം ഇതൊക്കെ എല്ലാം ഒരു നാടാകുമ്പോൾ തന്നെ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. പിന്നെ ഇതൊന്നും ഇല്ലാത്തവരും കാണും. ഇതൊക്കെ നമ്മുടെ ഓരോരോ ആചാരങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ചടങ്ങൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ബന്ധുക്കാർ കസിൻസ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒത്തിരി നാൾ കൂടി കണ്ടുകൊണ്ട് എല്ലാവർക്കും തമ്മിൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നടത്തിയപ്പോഴത്തേ ഞാൻ ഓർക്കും ചെയ്ത ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ട് എല്ലാവരെയൊക്കെ ഇതുപോലെ ഒന്ന് കാണാമായിരുന്നെന്ന്. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് അയാൻ ഗോകുൽ എന്നാട്ടോ. പിന്നെ സുട്ടു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അത് പിന്നെ അവർ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ച പേരായിരുന്നു കേട്ടോ. അപ്പോൾ സുട്ടുവിനെ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കും കേട്ടോ. സുട്ടുവിൻ്റെ അപ്പച്ചിയാണ് ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ വന്ന് കഴിച്ചു. പിന്നെ പറയാതിരിക്കാൻ വേണ്ടി നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കുറച്ചാൾ കൂടി കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള കറക്റ്റ് സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞതേ നോക്കിയപ്പോൾ അമ്മ ഇത് നൂഞ്ഞാലാടുന്നു. അപ്പോഴേ അമ്മയോട് പറഞ്ഞതാ ആടണ്ടാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നത് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് ഓർത്ത് നിന്നതാണ്. പക്ഷേ എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും എന്നെ കളിയാക്കി. അങ്ങനെ അതും പോയി. അത് കഴിഞ്ഞപ്പോഴത്തെ ശില്പയൊക്കെ വീട്ടിൽ പോയി. ഞങ്ങളും തിരിച്ച് വീട്ടിൽ വന്നു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും എന്താ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ഡ്രസ്സെല്ലാം അൺബോക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കോളിൽ ശില്പ ഇരിപ്പുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങൾ അൺബോക്സ് ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.